ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. നമുക്കിത് പ്ലാസ്റ്റിക് കവർ ഇതേപോലത്തെ കവർ ഉണ്ടല്ലോ, കവർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ കളറുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ എടുത്തിട്ടുണ്ട്, ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്, യെല്ലോ കളറ്, പിന്നെ നമുക്ക് ഒരു പൂ ഉണ്ടാക്കാനായിട്ടുള്ള നൂൽക്കമ്പി, പിന്നെ നമുക്ക് നൂല്. ഇത്രയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇത്രയും കളേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി, ഇത്ര ചെറിയൊരു പീസ് മതി. ഇതേപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് നമുക്ക് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഗ്രീൻ കളറും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. യെല്ലോ കളർ ഞാൻ ഇതേപോലെ വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഗ്രീൻ കളറും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയുള്ള ചെറിയ 2 പീസുകൾ മതി കേട്ടോ. ഈ യെല്ലോയേക്കാളും ഇച്ചിരിയും കൂടെ വലിപ്പത്തിലുള്ളത് വേണം ഗ്രീൻ കളർ എടുക്കാനായിട്ട്. നീളമൊക്കെ ഇതേപോലെ തന്നെ ഇത്രയും തന്നെ മതി. ഇത്രയുള്ള പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു കളറിലുള്ള എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള കളറ് നിങ്ങൾ എടുക്കുക കേട്ടോ. അത് ഞാനൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തു. വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കി, വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കുക. മടക്കിയതിന് ശേഷം ഈ രീതിയിലാണ് ഞാൻ പേപ്പറിൽ വെട്ടിയെടുക്കുന്നത് കേട്ടോ. ഫോൾഡ് ചെയ്ത വശം ഉണ്ടല്ലോ, ഈ മടക്കിയ വശം, ആ വശത്തുനിന്ന് നമുക്കിങ്ങനെ എടുത്ത് നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ 4 എണ്ണം നമുക്ക് കിട്ടും. 4 പെറ്റലാണ് ഞാനിതിങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇങ്ങനെ 4 പെറ്റൽ എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് വേണ്ട കേട്ടോ. എന്നിട്ട് അതൊരു ചെറിയൊരു തുണി വെച്ചിട്ട് ആ തുണിയിലേക്ക് നമുക്ക് പേന ഉപയോഗിച്ചോ അല്ലെങ്കിൽ പെൻസിലിൻ്റെ അറ്റം ഉപയോഗിച്ചോ നമുക്കിതൊന്ന് ഇങ്ങനെ ഇതിന് നടുഭാഗം നമുക്കിങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം. തുണിയൊന്ന് മടക്കി വെച്ചതിന് ശേഷം വേണം കേട്ടോ ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കാം. പേനയോ പെൻസിലിൻ്റെയോ അറ്റം ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതെങ്ങനെ ഒന്ന് കുഴിഞ്ഞ് കിട്ടും കേട്ടോ. ഇതേപോലെ ഈ പെറ്റലുകളെല്ലാം ഒന്ന് കുഴിച്ചെടുക്കുക. എല്ലാ പെറ്റലുകളും ഇതേപോലെ എടുക്കാം നമുക്ക്. പെറ്റലുകൾ 4 ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു നൂൽക്കമ്പിയുടെ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കാം. വളച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആദ്യം ഈ മഞ്ഞ കളർ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കാം. മഞ്ഞ കളറാണ് ആദ്യം ചുറ്റി എടുക്കേണ്ടത്. അതൊന്ന് ചുറ്റി നമുക്കൊന്ന് കെട്ടി കൊടുക്കണം. ഇല്ലേ പശ വെച്ച് ഒട്ടിക്കേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ പശ വെച്ച് ഒട്ടിക്കാം. ഇപ്പോൾ എല്ലാവരുടെ അടുത്ത് ഈ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടാവും. പക്ഷേ അന്നേരം പശയൊന്നും എല്ലായിടത്തും കാണണമെന്നില്ല. ഇപ്പോൾ ഫെവിബോണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ പശ. ആ പശ ഇപ്പോൾ എല്ലായിടത്തും ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നൂലുപയോഗിച്ച് ചുറ്റി കെട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് ഈർക്കിലി ആയാലും മതി കേട്ടോ. നൂൽക്കമ്പി ഇല്ലെങ്കിൽ ഈർക്കിലി ആയാലും മതി. ഈർക്കിലി ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ആദ്യം ഇങ്ങനെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കാം. ഞാനിപ്പോൾ നൂൽക്കമ്പി ഉപയോഗിച്ചാണ് കെട്ടുന്നത്. ഇപ്പോൾ നൂൽക്കമ്പി ഇല്ലാത്തവരുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഈർക്കിലി ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഈർക്കിലിയായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് ചുറ്റി കെട്ടി കൊടുക്കുക. നൂലുപയോഗിച്ച് നമുക്ക് ഇതേപോലെ ചുറ്റി കെട്ടി കൊടുക്കാം. ഉണ്ടോ, ഇതേപോലെ കെട്ടുക. കെട്ടിയതിന് ശേഷം ഇത് മഞ്ഞ കളർ ആദ്യം ചുറ്റി കെട്ടി. അതിന് ശേഷം നമുക്ക് ഗ്രീൻ കളറ് ഇതിലേക്കൊന്ന് ചുറ്റി കെട്ടി കൊടുക്കാം. ഇതേപോലെ ചുറ്റിയെടുക്കുക. കുറച്ച് മതി, നമുക്ക് ഒത്തിരി വേണ്ട കേട്ടോ. ഒത്തിരി കളർ വേണ്ട. അതിനുശേഷം ഇതും കൂടെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കാം. ഓരോ പെറ്റലും ഇതേപോലെ നൂല് ഉപയോഗിച്ചാണ് ഞാൻ കെട്ടുന്നത് കേട്ടോ. അപ്പോൾ പശയില്ലാതെ ഇരിക്കുന്നവർക്ക് നമുക്ക് പശ ഇപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നൂല് നമ്മുടെ വീടുകളിൽ എപ്പോഴും കാണുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ നൂൽക്കമ്പി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈർക്കിലി മതി കേട്ടോ. ഈർക്കിലിയിൽ നമുക്ക് പ്ലാസ്റ്റിക് കവറൊക്കെ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോകുമ്പോൾ പ്ലാസ്റ്റിക് കവറൊക്കെ കിട്ടുമല്ലോ. ആ പ്ലാസ്റ്റിക് കവർ മതി. അപ്പോൾ ഈർക്കിലിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നൂല് ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ കെട്ടിയെടുത്തു. ഇങ്ങനെയൊന്ന് കെട്ടിയെടുത്തതിന് ശേഷം നമ്മളിത് കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് വിടർത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും കേട്ടോ. അതിന് ശേഷം ഓരോ പെറ്റലും വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം. ഓരോ പെറ്റലും ഇതേപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ ഒരു പെറ്റൽ വെച്ചു കെട്ടി അതിൻ്റെ പുറകെ അടുത്ത പെറ്റലും കൂടെ നമുക്ക് വെച്ച് കൊടുത്ത് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. വീണ്ടും നമ്മൾ 4 പെറ്റലാണല്ലോ. അപ്പോൾ 4 പെറ്റലും ഇതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് അടുത്തതും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോ പെറ്റലും ഇതേപോലെ വെച്ച് കൊടുത്ത് നമുക്കിത് ഇങ്ങനെ കെട്ടിയെടുത്താൽ മതി.
അവസാനത്തെ പെറ്റൽ ഇതിങ്ങനെ ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതും കൂടെ നമുക്ക് കെട്ടിയെടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കണം. ഇറുക്കിലി ആകുമ്പോഴത്തേക്കും നല്ല ഇതെല്ലാം കെട്ടിക്കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇറുക്കിലി ഇങ്ങനെ അറ്റമൊന്നും വളച്ച് വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇറുക്കിലി നല്ല ടൈറ്റിൽ തന്നെ കെട്ടിക്കൊടുക്കുക. നൂൽക്കമ്പിയിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് കെട്ടിക്കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് വിടർത്തി കൊടുക്കുക. ഇങ്ങനെ ഓരോ പെറ്റലും എടുത്ത് ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കുക. ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള ഈ മഞ്ഞ കളറും നമുക്കൊന്ന് വിടർത്തി കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കുക. കണ്ടോ, നല്ല പൂവായിട്ട് നമുക്ക് ഇതേപോലെ എടുത്തു വയ്ക്കാം. നല്ല കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതിന് ശേഷം ഇതേപോലെ നമ്മൾ നല്ല ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം ഇതേപോലെ ഗ്രീൻ കളറിലെ നമ്മൾ ഇതേപോലത്തെ എടുത്തതിന് ശേഷം നമുക്ക് തീരെ ചെറുതായിട്ടൊന്ന് കനം കുറച്ചൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് 4 എണ്ണം വേണം കേട്ടോ. ഇതേപോലെ 4 പീസ് ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് കെട്ടിയെടുക്കുമ്പോൾ വണ്ണം കുറഞ്ഞിരിക്കാനായിട്ട് നമുക്ക് ഈ അറ്റവും കൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ടറ്റവും ഒരേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒത്തിരി തടിപ്പ് പോലെ വരാതിരിക്കാനായിട്ടാണ് കേട്ടോ അത് കട്ട് ചെയ്ത് കളഞ്ഞത്. അതിന് ശേഷം ഇത് ഓരോന്നും നമുക്കിതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കിത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്ത് ഓരോന്നും നമുക്കിതിലേക്ക് വെച്ച് കൊടുത്ത് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ കെട്ടണ്ടാത്തവർക്ക് പശയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നും വെച്ച് കൊടുത്ത് പശ വെച്ച് ഒട്ടിച്ചാലും മതി കേട്ടോ. ഇത് ഒരെണ്ണം ഇവിടെ വെച്ചു. അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് വേറെ ഒരെണ്ണം വെച്ച് കൊടുക്കുക. പശയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടേണ്ട ആവശ്യമില്ല. നമുക്കിതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം അടുത്തത് വെച്ച് കൊടുക്കുക. അങ്ങനെ 4 എണ്ണവും ഇതേപോലെ അടുപ്പിച്ച് ഓരോ എതിർവശത്തായിട്ട് ഇങ്ങനെ ചുറ്റിനും നമുക്കിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പം 4 എണ്ണവും നമ്മൾ ഇതേപോലെ വെച്ച് കൊടുത്തു. അതിന് ശേഷം നല്ല ടൈറ്റായിട്ട് ഇതിങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പം 4 എണ്ണം ഇങ്ങനെ അടിവശത്ത് വണ്ണം കുറച്ചുകൊണ്ട് നമുക്കിത് കണ്ടോ ഒത്തിരി വീർത്തിരിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം ഇത് ഒതുങ്ങിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കെട്ടി കൊടുക്കുമ്പോൾ ഒതുങ്ങിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ വിടർന്നിരുന്നുള്ളൂ. നമ്മൾ നടുഭാഗം ഇങ്ങനെ കുഴിച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പെറ്റലിൻ്റെ നടുഭാഗം എല്ലാം ഇങ്ങനെ കുഴിച്ചെടുത്തേക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ വിടർത്തി വയ്ക്കുമ്പോൾ ഇതേപോലെ നമുക്ക് വിടർന്ന് കിട്ടും. എന്നിട്ട് നമ്മളിത് കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളൊരു ഗ്രീൻ കളറിൻ്റെ കവർ നമ്മൾ കട്ട് ചെയ്തിട്ട് അത് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. ഇതേപോലെ കവർ എടുത്ത് നമ്മൾ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്തെടുക്കാം. ഇതേപോലെ നമുക്ക് കുറച്ച് പൂക്കളുണ്ടാക്കി അതിന് ശേഷം നമുക്ക് മുട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാലൻസ് നമ്മൾ എടുക്കാം. ഈ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുണ്ടല്ലോ അത് നമുക്ക് കുറച്ചെടുത്ത് ഇങ്ങനെ ഒന്നൊരു നൂൽക്കമ്പിയിലേക്ക് നമ്മളൊന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതി. കുറച്ച് മതി കേട്ടോ. കുറച്ച് ഭാഗം എടുത്ത് നമ്മൾ നൂൽക്കമ്പിയുടെ അറ്റം ഒന്ന് വളച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അങ്ങനെ ഒന്ന് ചുറ്റിയെടുത്തിരിക്കുകയാണേ. ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ചുറ്റി നമുക്കിതൊന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതൊന്ന് ചുറ്റിയിട്ട് ഞാൻ ഇതിലേക്കൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. നൂലുപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഊരി പോകാത്ത വിധത്തിൽ വേണം കേട്ടോ കെട്ടിക്കൊടുക്കാനായിട്ട്. ഇങ്ങനെ വെച്ച് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ഇങ്ങനെയൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. ചുറ്റി നമ്മൾ എന്തെങ്കിലും ഒരു ഇതെടുത്ത് നമുക്കൊന്ന് ചുറ്റി ഒന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ പെറ്റലായിട്ട് തിരിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പെറ്റൽ ഇച്ചിരി ഇങ്ങോട്ട് വിടർന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പെറ്റൽ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ആ പെറ്റലൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ പെറ്റലായിട്ട് തിരിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പെറ്റലായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെയൊന്ന് എടുത്ത് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പെറ്റലായിട്ട് വേണം കേട്ടോ.
ഇങ്ങനത്തെ പെറ്റലാണല്ലോ നമ്മൾ വെട്ടിയത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇത് ചെറിയ മുട്ട് മതി എന്നുണ്ടെങ്കിൽ ഇത്രയായിട്ട് നിർത്തുക. അതിനുശേഷം ഇച്ചിരിയും കൂടെ വിടർന്നത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പെറ്റലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്കൊന്ന് ഇങ്ങനെ ഒന്നാക്കി കെട്ടിക്കൊടുക്കാം. ഇതേപോലെ ഒന്നാക്കി കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ ഒന്ന് വയ്ക്കുക. വെച്ചതിന് ശേഷം അതും ഒന്ന് കെട്ടിക്കൊടുത്ത് ഇതാ ഇതേപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഗ്രീൻ കളർ നമ്മളൊന്ന് ചുറ്റി കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഗ്രീൻ കളർ ഇതേപോലെ ഇച്ചിരിയും കൂടെ മുകളിലേക്ക് കയറ്റി വേണം കേട്ടോ ചുറ്റി കൊടുക്കാനായിട്ട്. ഇങ്ങനെ ഇച്ചിരിയും കൂടെ മുകളിലേക്ക് കയറ്റി നമുക്ക് ഗ്രീൻ കളർ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് കവർ ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ നമുക്കിങ്ങനെയാക്കി നമുക്കൊന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ? അപ്പോൾ മുട്ടുമായി. ഇതേപോലെ മുട്ടുകളും ഉണ്ടാക്കി എടുത്ത് വയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് ഒരു പൂ മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുട്ടെടുക്കുക. അല്ല പൂക്കളുണ്ടാക്കി എടുത്ത് വയ്ക്കുക. കുറേ പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പൂക്കളുണ്ടാക്കുക കേട്ടോ. ലീഫിന് വേണ്ടിയിട്ട് ഇതേപോലെ ഗ്രീൻ കളറിൽ ഞാനൊരു കവർ എടുത്തിട്ടുണ്ട്. അത് ഞാനിതാ ഇതേപോലെ ഇങ്ങനെയൊന്ന് മടക്കി ഇത്രയുള്ള പീസാണ് കേട്ടോ എടുക്കുന്നത്. ഈ ലീഫ് ചെറിയ ചെറിയ ലീഫുകളാണ് കേട്ടോ എടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് ലീഫ് നമ്മൾ പശ വെച്ച് വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അത് ഞാനിതാ ഇതേപോലെ ഒന്ന് ചെറിയ ഇതെടുത്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ചെറിയ ലീഫാണ് കേട്ടോ വെട്ടിയെടുക്കുന്നത്. ഇതേപോലെ വെട്ടിയെടുക്കുക. കണ്ടോ? ഇതേപോലെ വെട്ടിയെടുത്ത് നമുക്ക് പശ വെച്ച് നൂൽക്കമ്പിയിൽ ഇതേപോലെ ഗ്രീൻ കളറ് കവർ ചുറ്റിയതിന് ശേഷം ഞാനിത് പല്ലേക്ക് പശ വെച്ച് ഒട്ടിക്കുകയാണ് കേട്ടോ. പശ വെച്ച് ഒട്ടിക്കാനേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പശ ഇല്ലാത്തവരാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ വയ്ക്കാം കേട്ടോ. ഇപ്പോൾ പൂ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ വെച്ച് കൊടുത്താലും മതി. അതിലേക്ക് നമുക്ക് പൂ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ചുറ്റിയെടുത്ത് ഞാൻ ഇതേപോലെ പശ വെച്ച് ഒട്ടിച്ച് ഇതിൻ്റെ നടുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുവാണ്. ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് വയ്ക്കുക. ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് ഒട്ടിയിരിക്കും. അപ്പോൾ അതേപോലെ കുറച്ചധികം ഇലകൾ ഞാനിങ്ങനെ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതേപോലെ വലിയൊരു നൂൽക്കമ്പിയിലേക്ക് ഞാൻ ഗ്രീൻ കളർ ചുറ്റി ഇതേലും ഞാനിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രീൻ കളർ ഫ്രഷ് ആയിട്ടുള്ള ഇല മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ വെച്ച് നിങ്ങൾ അറേഞ്ച് ചെയ്യുക. നിങ്ങൾ എത്ര പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതനുസരിച്ച് നിങ്ങൾ ഇതേപോലെ ഇലകളും പൂക്കളും ഒക്കെ വെച്ച് നല്ല ഭംഗിയോടുകൂടി അറേഞ്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. താങ്ക് യു.